ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയുള്ള ഓരോ സെക്കൻഡും വളരെ വാല്യുബിൾ ആണെന്നറിയാം. സോ നിങ്ങളുടെ അധികം സമയം കളയാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഈ അവസാന നിമിഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാനാണ്. 10 മിനിറ്റിനപ്പുറത്തേക്ക് ഈ വീഡിയോ മാക്സിമം ഞാൻ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കാം. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടിരുന്ന് കാണുക. നിങ്ങൾ ഈ അവസാന പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റഡി പ്ലാൻസ് ഒക്കെ ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ട്, അത് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പോസിറ്റീവ് കമന്റുകളും ഈവൻ നമ്മുടെ വാട്സാപ്പിലൊക്കെ ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മക്കളെ, ഈ അവസാന പ്രിപ്പറേഷനിൽ ഒരു കാരണവശാലും നിങ്ങൾ വിട്ട് കളയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് ചാപ്റ്ററുകൾ എന്താണ്, ആ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, അതിന്റെ കഴിഞ്ഞ ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ വരെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററുകൾ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ചാപ്റ്ററുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ചാപ്റ്റർ റിവൈസ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റർ റിവൈസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് മോസ്റ്റ് വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും പെട്ടെന്നൊന്ന് നോക്കി വരാം. ഇപ്പൊ അടുത്തൊരു ചോദ്യം വരെ, വൈ ബയോളജി എവിടെ എന്ന് ചോദിക്കുക. അതിനും ഉള്ള കാരണം ഞാൻ പറയാം. നമുക്ക് നോക്കാം. ഫിസിക്സിലേക്ക് വരുമ്പോൾ മക്കളെ, ആദ്യം +1 നിങ്ങളുടെ പാർട്ട് 1 ടെക്സ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നിങ്ങൾ ഒരു കാരണവശാലും മക്കളെ ഓർത്തു വെക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതും ഏറ്റവും വെയിറ്റേജ് കൊടുക്കേണ്ട ചാപ്റ്ററുകളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ്. ഇതെല്ലാം ആരും പറയില്ല. രണ്ട് റീസൺ ആണ്. ഒന്ന്, നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ, ചോദിച്ചേക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. 2, വേറെ ഏത് ചാപ്റ്ററുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും വളരെ ഈസി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോ നിങ്ങളുടെ റിവിഷൻ മോഡ്യൂളിൽ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് 100% പഠിച്ചിരിക്കണം. 100% ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ? അതിൽ തന്നെ ഡയമെൻഷണൽ അനാലിസിസ്, അതിന് ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ നിങ്ങൾ അതുപോലെ നമുക്കറിയാം ഇൻസ്ട്രുമെന്റ്സ്, അത് നമുക്ക് സെപ്പറേറ്റ് ഒരു പോർഷൻ തന്നെയാണ് NCERT സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. സോ അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക. ഞാൻ ടോപ്പിക് ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് ചാപ്റ്ററുകൾ ഒന്ന് നിങ്ങളെ നോട്ടീസ് ചെയ്തിട്ട് പോകാൻ വന്നതാണ്. അടുത്ത നിങ്ങൾ ഹൈ വെയിറ്റേജ് കൊടുക്കേണ്ട പ്രയോറിറ്റി ലിസ്റ്റിൽ നിൽക്കുന്ന ചാപ്റ്റർ ആണ് റൊട്ടേഷണൽ മോഷൻ. ഒബ്വിയസ്ലി റൊട്ടേഷണൽ മോഷൻ ആണ് നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആദ്യം യൂണിറ്റ്സിന് കൊടുക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ ആർക്ക് കൊടുക്കുക? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് കൊടുക്കുക. റൊട്ടേഷണൽ മോഷനിൽ തന്നെ ടോപ്പിക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെയും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും പ്രോബ്ലംസും ചെയ്തിരിക്കണം. അതേപോലെ ആ ചാപ്റ്ററിൽ ഏറ്റവും വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടോർക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ടോർക്കിൽ നിന്നും ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ടോർക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇനി അങ്ങോട്ട് പറയാനാണ് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. പക്ഷെ ഈ പറയുന്ന പെർട്ടിക്കുലർ ടോപ്പിക്കുകൾക്ക് വെയിറ്റേജ് കൊടുക്കുക. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2020 തൊട്ട് 24 വരെയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കി 2, 2, 3, 2, 2 ഇത്രയും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഒബ്വിയസ്ലി നെക്സ്റ്റ് ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. അടുത്ത നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ട ചാപ്റ്റർ ഏതാണ്? ഒബ്വിയസ്ലി ഗ്രാവിറ്റേഷൻ ആണ്. ആക്ച്വലി ഗ്രാവിറ്റേഷനേക്കാളും കൂടുതൽ പഠിക്കാനുള്ളതും ഗ്രാവിറ്റേഷനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറെ പല ചാപ്റ്ററുകൾ, മോഷൻ ഇൻ എ പ്ലെയിനും ലോസ് ഓഫ് മോഷനും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഗ്രാവിറ്റേഷൻ അടിപൊളി ഒരു ചാപ്റ്റർ ആണ്. ഇതിലെ പല ചാപ്റ്ററുകളുമായിട്ട്, ഇപ്പൊ ലോസ് ഓഫ് മോഷനുമായിട്ടും റൊട്ടേഷനുമായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽറ്റി ലെവൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ എന്റെ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റ് ഫ്രം +1 പാർട്ട് 1 ഈ 3 ചാപ്റ്റർ ആണ്. മറ്റ് ചാപ്റ്ററുകൾ പഠിക്കേണ്ടെന്നല്ല. ഒബ്വിയസ്ലി ലോസ് ഓഫ് മോഷൻ ഇമ്പോർട്ടന്റ് ആണ്, വർക്ക് എനർജി ഇമ്പോർട്ടന്റ് ആണ്, അല്ലെന്നല്ല. പക്ഷേ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 3 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വർക്ക് എനർജിക്ക് കൊടുക്കാം, അതിനുശേഷം നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷന് കൊടുക്കാം, അതിനുശേഷം നിങ്ങൾക്ക് മോഷൻ ഇൻ എ 1 ഡയമെൻഷന് കൊടുക്കാം, അതിനുശേഷം നിങ്ങൾക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ കൊടുക്കാം. ഇവരെ പഠിക്കേണ്ടെന്നല്ല. പക്ഷെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. ദയവ് ചെയ്ത് അങ്ങനെ തന്നെ പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് ക്ലാസ് 11 പാർട്ട് 2ലേക്ക് പോകാം. അധികം സമയം കളയണ്ട. നമുക്ക് ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ ഇവിടത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിൽ നോക്കുമ്പോൾ ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്ന ചാപ്റ്റർ ആക്ച്വലി ഇവിടുന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇപ്പൊ നിങ്ങൾ
സിമ്പിൾ ലോജിക്കൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. നമുക്ക് ഡിഫറെന്റ് ചാപ്റ്ററുകളുണ്ട്. ഇപ്പൊ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ചാപ്റ്റർ ഈസ് വെരി വെരി ബിഗ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഭയങ്കര വലിയ ചാപ്റ്റർ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പർട്ടിക്കുലർ ടെക്സ്റ്റിന് നിങ്ങളുടെ +1 +2 4 ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവുള്ളതും ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ടെക്സ്റ്റ് ബുക്കാണ് ഇത്. പക്ഷെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ മെക്കാനിക്സ് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നിങ്ങൾ ഓസിലേഷന് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനെയുള്ളവർ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഒബ്വിയസ്ലി ഓസിലേഷൻസിന് ഒരു പ്രയോറിറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ഇനി മെക്കാനിക്സ് അല്ല, ഒബ്വിയസ്ലി സ്റ്റിൽ മെക്കാനിക്സ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാവുന്ന 2 ചാപ്റ്ററുകളാണ് ഇവന്മാരെ 2 പേരും. കാരണം അതിൽ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാവുന്നതാണ്. എല്ലാത്തിൽ നിന്നും ഓൾമോസ്റ്റ് 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കാണാറുള്ളൂ. അപ്പൊ സ്പെസിഫിക്കലി ഇന്നത് എന്ന് പറയാറില്ല. നമുക്ക് ആകെ പറഞ്ഞു തരാൻ പറ്റുന്നത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വൺസ് മെക്കാനിക്സ് റിലേറ്റഡ് ചാപ്റ്ററുകളാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഓസിലേഷനും ഈ ചാപ്റ്ററുകൾക്കും പ്രയോറിറ്റി കൊടുക്കുക. അതല്ല കുറച്ചുകൂടെ തിയറി റിലേറ്റഡ് ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ കൺവീനിയന്റ് എങ്കിൽ നിങ്ങൾ ഹീറ്റ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറിക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഒബ്വിയസ്ലി മറ്റേത് പഠിക്കേണ്ടെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ശ്രമിക്കുക. ഇനി +2 പോകാം. കണ്ണും പൂട്ടി ഞാൻ വരച്ച് കാണിച്ചു തരാം. +2 പോയി കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചിട്ട് ബാക്കി ചാപ്റ്റർ പഠിച്ചാൽ മതി. +2 എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി ചാപ്റ്റർ പഠിച്ചാൽ മതി. ഓൾറെഡി നിങ്ങളെല്ലാം പഠിച്ചതൊക്കെയാണെന്ന് എനിക്കറിയാം. ഫൈനൽ പ്രിപ്പറേഷൻ ആണ്. ഫൈനൽ പ്രിപ്പറേഷനിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഇക്വേഷൻസ് പഠിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ആദ്യം കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുക. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റർ ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ, ഇപ്പൊ കഴിഞ്ഞ വർഷം 4 ക്വസ്റ്റ്യൻ വരാൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 ന്നാണ് 4 ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ വർഷം നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് 2 കൂടെ പഠിച്ചാലേ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ കിട്ടൂ. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് ഒളിഞ്ഞു കിടക്കുന്ന ഒരാളെ നോക്കിക്കേ, ഈ മൂവിങ് ചാർജും മാഗ്നറ്റിസവും നമുക്ക് ഒന്നിച്ച് പഠിച്ചെടുക്കാവുന്നവരാണ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 പഠിക്കുന്ന അത്രയും നിങ്ങൾക്ക് മൂവിങ് ചാർജും മാഗ്നറ്റിസവും കൂടെ പഠിക്കാനില്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സും 2 ചാപ്റ്റർ കുറച്ചുകൂടെ ലെങ്തി, കുറച്ചുകൂടെ ഡെപ്ത് കോൺസെപ്റ്റ് ഉറപ്പായിട്ട് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെന്നല്ല. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂവിങ് ചാർജും മാഗ്നറ്റിസവും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന 2 ചാപ്റ്ററുകളാണ്. സോ നിങ്ങൾ മാഗ്നറ്റിസം, മൂവിങ് ചാർജിനും പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, ഒരു ഗുണമുണ്ട്. ഈ മാഗ്നറ്റിസം, മൂവിങ് ചാർജ് പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ കുറച്ചുകൂടെ പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണ്, എളുപ്പമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഒബ്വിയസ്ലി ഒരു കാരണവശാലും ഈവൻ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, EM വേവ് വളരെ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം EM വേവ് എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന വളരെ ഈസി ചാപ്റ്റർ, വളരെ ചെറിയ. ആക്ച്വലി നിങ്ങൾ ഒരു കാര്യം അതൊന്ന് ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കുക. +2 ടോപ്പിക്കിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കറണ്ട് ഇലക്ട്രിസിറ്റിക്കും നമുക്ക് സെക്കൻഡ് പ്രയോറിറ്റി EM വേവിന് തന്നെ കൊടുക്കാം. സെക്കൻഡ് പ്രയോറിറ്റി. കാര്യം 2 ക്വസ്റ്റ്യൻ ആണ് എല്ലാ വർഷവും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഇത്രയും സിമ്പിൾ ചാപ്റ്ററിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കുക. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കണ്ടെന്നല്ല, പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 2 ആണെങ്കിൽ വളരെ ഈസി ചാപ്റ്ററായി EM വേവിൽ നിന്നും 2 കിട്ടുമ്പോൾ നിങ്ങൾ EM വേവിന് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ക്ലിയർ? അടുത്തത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തിയാൽ, ആക്ച്വലി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് അടുത്തൊരു ടോപ്പിക്കിലേക്ക് എത്തിയാൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ബുക്ക് മോഡേൺ ഫിസിക്സിനാണ്. മോഡേൺ ഫിസിക്സിനേക്കാളും മുമ്പ് കൊടുക്കേണ്ട ഒരാളുണ്ട്. ഞാനത് ആക്ച്വലി ശ്രദ്ധിച്ചിരുന്നു. ആക്ച്വലി അതാരാ? സെമി കണ്ടക്ടർ ആണ് കേട്ടോ. മോഡേൺ ഫിസിക്സ് അല്ല, ഐ എം റിയലി സോറി. നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് സെമി കണ്ടക്ടർ ആണ്. നിങ്ങൾ 5 വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കി, 5 വർഷവും ചോദിച്ചിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. ലോജിക് ഗേറ്റ്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. മാത്രമല്ല ഇലക്ട്രോണിക്സ് ഇപ്പോൾ കുറെ ടോപ്പിക്കുകൾ കട്ട് ഓഫ് ചെയ്ത് മാറ്റി കഴിഞ്ഞു. വളരെ ചെറിയ മൊഡ്യൂളായിട്ട് സെമി കണ്ടക്ടർ മാറിക്കഴിഞ്ഞു. സോ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കുക? സെമി കണ്ടക്ടറിന് കൊടുക്കുക. സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങൾ ഈ മോഡേൺ ഫിസിക്സിന് കൊടുത്താൽ നന്നാകും എന്നുള്ളതിന്
ഉള്ള എന്റെ ഒരു സജഷൻ ഉണ്ട്. റീസൺ ഇത് മൂന്നും പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. തിയറട്ടിക്കൽ ചാപ്റ്റർ ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷനുകൾ, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഒക്കെ ബേസിക് ഇക്വേഷൻ, ഐൻസ്റ്റീന്റെ ഇക്വേഷൻ, അതിൽ നിന്നൊക്കെയാണ് ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിച്ചു കാണാറ്. സോ ആ കോൺസെപ്റ്റ് ഒക്കെ എന്ന് പഠിച്ചാൽ അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കാം. ഇത് പറയാനുള്ള വേറെ റീസൺ നിങ്ങൾ നോക്കിക്കുക, റയോട്ടിക്സ് പോലൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 2 or 3 ക്വസ്റ്റ്യൻ കിട്ടും, സത്യമാണ്. പക്ഷെ റയോട്ടിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വാസ്റ്റ് സിലബസ് ആണ്, 2 ക്വസ്റ്റ്യൻ കിട്ടും. റയോട്ടിക്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന്റെ 10 ഡിഫിക്കൽട്ടി ഇല്ല ഇലക്ട്രോണിക്സ് പഠിക്കാൻ. റയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന്റെ 10 ഡിഫിക്കൽട്ടി ഇല്ല, വളരെ ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് മോഡേൺ ഫിസിക്സിലെ ഈ 3 ചാപ്റ്റർ. ആറ്റം, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ, ഒരു 2 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്താൽ മൊത്തം സാധനം റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം ഞാനൊരു കെമിസ്ട്രി അധ്യാപകനല്ല, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ് 11 പാർട്ട് 1 കെമിസ്ട്രിയുടെ പാർട്ട് 1 അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങൾ. നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് തന്നെ ശ്രദ്ധിക്കൂ. ഈവൻ 2024 4 ക്വസ്റ്റ്യൻ ആണ് ആ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചത്. ഉറപ്പായിട്ട് ഈ വർഷം അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം 2024 ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടുതലായിരുന്നു. ഇപ്പം നിങ്ങൾ സിലബസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഏറ്റവും വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കെമിസ്ട്രി ഫാക്കൽറ്റീസിന്റെയും കൂടെ അഡ്വൈസ് എടുത്ത്, ഈവൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സുനിൽ സാറിന്റെ അഡ്വൈസ് എടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആണ്. നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ്. സിമ്പിൾ ചാപ്റ്റർ ആണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അതേപോലെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. കാരണം ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട്, ഞാനൊക്കെ +1 +2 പഠിക്കുന്ന കാലത്ത്, +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്ററുകളൊന്നായിരുന്നു ഇക്വിലിബ്രിയം. സോ നിങ്ങൾ ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുക. ഒബ്വിയസ്ലി ഇതിനകത്ത് ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റും സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെന്നല്ല. പക്ഷെ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഉറപ്പായിട്ട് നന്നായിരിക്കും എന്നാണ് എന്റെ സജഷൻ. സെക്കൻഡ് ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ, +1 പാർട്ട് 2ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ട് ബാക്കിയുള്ളത് പഠിച്ചാൽ മതി. ഓർഗാനിക് കെമിസ്ട്രിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓർഗാനിക് കെമിസ്ട്രി ഇപ്പൊ റിഡോക്സ് റിയാക്ഷനോടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് ബേസിക്സ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഇവിടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ +1 ഓർഗാനിക് കെമിസ്ട്രി അതിന്റെ ബേസിക്സ് നിങ്ങൾ നല്ല തറവായിട്ട് പഠിച്ചാൽ, അതിന്റെ ബേസിക്സ് നല്ല അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ +2 ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ വളരെ ഈസിയാണ്. 3 ചാപ്റ്റേഴ്സ് നമുക്ക് അടുപ്പിച്ച് പറയാനുണ്ട്. അപ്പം ഇവിടെ ഞാൻ വേറെ ചാപ്റ്ററുകൾ അധികം പറയുന്നില്ല. ഒബ്വിയസ്ലി നിങ്ങൾ ഈ ചാപ്റ്ററിന് ടോപ്പ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. +1 പാർട്ട് 2ലേക്ക് എത്തുമ്പോൾ, ഇനി +2ലേക്ക് എത്തുമ്പോൾ പാർട്ട് 1ൽ എത്തുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്ത ചാപ്റ്ററുകളിൽ ഒന്നെന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അറ്റ് ദ സെയിം വെയിറ്റേജ് തന്ന ഒരു ചാപ്റ്റർ ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്ത 2 ചാപ്റ്ററുകളാണ്, ഒന്ന് കെമിക്കൽ കൈനറ്റിക്സും അതേപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഈ 2 ചാപ്റ്ററുകൾ പ്രയോറിറ്റി കൊടുത്ത് അത് 2 പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് D&F കണക്ട് ചെയ്യാം. ഒബ്വിയസ്ലി D&F പഠിക്കാം, അതിനുശേഷം ഇലക്ട്രോ കെമിസ്ട്രി ഒരു വെയിറ്റേജ് നോക്കിയാൽ, ആൻഡ് ഫൈനലി സൊല്യൂഷൻ. അപ്പൊ എല്ലാം നോക്കണ്ടെന്നല്ല, പക്ഷെ നോക്കാൻ നിങ്ങൾക്ക് ഒരൊട്ടും സമയമില്ല. എന്തായാലും റിവൈസ് ചെയ്തേ നമുക്ക് പറ്റത്തുള്ളൂ, ഷോർട്ട് നോട്ട് വായിച്ചേ പറ്റൂ. ഒബ്വിയസ്ലി ഫസ്റ്റ് പ്രയോറിറ്റി കെമിക്കൽ കൈനറ്റിക്സിന് കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം അതിനോടൊപ്പം കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇനി ക്ലാസ് 12 +2ലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടവർ ഇവിടെ 3 പേരുണ്ട്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്. ഇത് നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു വെയിറ്റേജ് നോക്കി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ ഈ 3 പേരിൽ തന്നെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇവന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 4, 3, 2 അത്രയും വെയിറ്റേജ് ഉണ്ട് അതിന്. ആ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഈ 3 ചാപ്റ്ററുകൾ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, അതുപോലെ ആൽക്കഹോൾ, ഫീനോൾസ്, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്, വെരി 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 ഇമ്പോർട്ടന്റ്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഇത് വിട്ട് കളയാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ NCERT ടെക്സ്റ്റില് ചാപ്റ്ററിന്റെ പേരായിട്ട് പറയാത്തതും എന്നാ നിങ്ങളുടെ നീറ്റിന്റെ സിലബസിലുള്ള 2 ആൾക്കാരാണ്. ഒന്ന് അനലിറ്റിക് കെമിസ്ട്രി, കഴിഞ്ഞ വർഷം
3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതായത് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലാബിൽ ചെയ്തിട്ടുള്ള ഇപ്പൊ മറ്റേ സോൾട്ടിന്റെ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, ലാബിൽ ചെയ്യുന്നുണ്ടല്ലോ, ഈ ലാബിൽ ചെയ്യുന്ന പ്രാക്ടിക്കൽസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് 3 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ലാബ് ഓൾറെഡി നിങ്ങൾ +2 എക്സ്പീരിയൻസ് ചെയ്ത സാധനമാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തായാലും കുറച്ചുകൂടെ അതിന്റെ നോളജ് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഫൈനലി പി ബ്ലോക്കിന്റെ കുറച്ച് പോർഷൻസ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് സിലബസിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഇതിന്റെ പേരുകളായിട്ടില്ല. പി ബ്ലോക്ക് ഒക്കെ എസ് ബ്ലോക്ക് ഇതൊക്കെ ഡിലീറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ അതിന്റെ സിലബസിൽ ഈ ഒരു ടോപ്പിക് കൂടെ ഉണ്ടെന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു വെയിറ്റേജ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇതിനനുസരിച്ച് വേണം നിങ്ങൾ റിവിഷൻ കൊടുക്കാൻ. നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പം ചിലർ ചെയ്യുന്ന അല്ലെങ്കിൽ ചിലർ വരുത്തി വെക്കുന്ന വലിയൊരു തെറ്റാണ്. ചിലപ്പോൾ ഒരു ഈസി ചാപ്റ്റർ കാണും, പക്ഷെ അത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യും. കാര്യം എന്താ, നമുക്കത് ഈസിയാണ്, അപ്പൊ നമ്മൾ അതങ്ങിരുന്ന് ചെയ്യും. കാര്യം എന്തായാലും ഒക്കെ ചെയ്യുന്നൊരു തോന്നൽ വേണ്ടേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കൊരു പർട്ടിക്കുലർ ചാപ്റ്റർ ഈസിയാണ്, അതിന് അത്ര വെയിറ്റേജും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രയോറിറ്റി കൊടുക്കുന്നതിലും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് പ്രയോറിറ്റി കൊടുത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് മാക്സിമം പ്രിപ്പയർ ചെയ്യുക. PYQ മോക്ക് സീരീസ് അതാണ് ഇനി നമ്മുടെ ഈ അവസാന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു കാരണവശാലും മക്കളെ സമയം കളയരുത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സൺഡേ ആണ്. എൻ്റെ ഓഫീസിൽ ഞാനല്ലാതെ എനിക്കൊന്ന് കിറ്റി സാർ ഓഫീസിലുണ്ടെന്ന് തോന്നി. ഞാൻ വന്നിട്ട് സാറിനെ കണ്ടിട്ടില്ല. രാവിലെ തൊട്ട് സ്റ്റുഡിയോയിൽ തന്നെയാണ്. പല ക്ലാസ്സുകളായിട്ടും വേറെ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടൊക്കെ നല്ല തിരക്കിലാണ്. ഇതിന്റെ ഇടയിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.